ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളും പുരോഹിതരെയും സന്ദർശിച്ച് ബി.ജെ.പി. നേതാക്കൾ. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുത്തൻപള്ളിയിൽ വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ കണ്ട ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ സ്നേഹയാത്രയില്ല. മുനമ്പം പ്രശ്നം തീർക്കുന്നത് ആരാണെന്ന് കാണാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നമുക്ക് കാണാം 35 കൊല്ലം ആര് എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഇപ്പോൾ മുനമ്പത്ത് ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് അതും ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ജാസ്തി പറയാൻ പോകുന്നില്ല. 35 കൊല്ലം ആരാണ് ഒരു ചെറിയ കാര്യവും ചെയ്യാത്ത രണ്ട് പാർട്ടികൾ ഏതാണെന്ന് ജനങ്ങൾക്കറിയാം. മുനമ്പം പ്രശ്നം നിയമത്തിലൂടെ പരിഹരിക്കപ്പെടും എന്നായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രതികരണം. മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ. നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുനമ്പം പ്രശ്നം നിയമത്തിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയുന്നു മാർ ജോർജ് ആലഞ്ചേരി. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ബി.ജെ.പി. നേതാക്കൾ കഴിഞ്ഞ തവണ ഉള്ളതുപോലെ തന്നെ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പക്ഷേ ഇത്തവണ സ്നേഹയാത്ര ഇല്ല. കഴിഞ്ഞ തവണ വിപുലമായ തരത്തിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ബി.ജെ.പി. പ്രവർത്തകരല്ല. പക്ഷേ ഇത്തവണ നേതാക്കളും പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ക്രിസ്ത്യൻ സഭാ നേതാക്കളെ കാണുകയാണ്. ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, സുരേഷ് ഗോപി ഇത്തവണയും ക്രിസ്ത്യൻ ദേവാലയത്തിലെത്തി ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. രുചീഷ്, പതിവ് തെറ്റിക്കാതെ സുരേഷ് ഗോപി മറ്റൊരു ക്രൈസ്തവ ആഘോഷത്തിലും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. പുലർച്ചെ 6 മണിക്ക് തന്നെ തൃശ്ശൂർ പുത്തൻ പള്ളി ദേവാലയത്തിലാണ് അദ്ദേഹം ആദ്യമായി എത്തിയത്. അവിടെ വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കും പുരോഹിതർക്കും അടക്കം ഈസ്റ്റർ ആശംസകളും നേർന്നു. തുടർന്ന് ഒല്ലൂരിലെ പള്ളിയിലെത്തി അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകളിലും കുർബാനയിലും പങ്കെടുത്ത ശേഷമാണ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാന്റെ വസതിയിലെത്തിയത്. ബിഷപ്പ് ഹൗസിലെത്തി അദ്ദേഹത്തെ കാണുകയും മധുരപലഹാരങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. ഇരുവരും ഈസ്റ്റർ സ്നേഹം പങ്കിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാർ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം പ്രഭാത ഭക്ഷണവും കഴിക്കുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ ഈസ്റ്റർ പ്രതീക്ഷയുടെ സന്ദേശമാണ് നൽകുന്നതെന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം ആ പ്രതീക്ഷയിലൂടെ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്, രാജ്യവും സംസ്ഥാനവും എല്ലാവരും മുന്നോട്ട് പോകുന്നത് അത്തരം പ്രതീക്ഷകളിലൂടെയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് മറ്റ് ദേവാലയങ്ങളിലും ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. മറ്റ് പുരോഹിതരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തുടർച്ചയായി തൃശ്ശൂരിൽ എത്തുമ്പോഴെല്ലാം ക്രൈസ്തവ വിശ്വാസികളുടെ ആഘോഷ ദിനങ്ങളിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ബി.ജെ.പി. നേതാക്കളും അദ്ദേഹവും നൽകുന്ന വിവരം. ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയതും പ്രാർത്ഥന നടത്തിയത്. ശരി ലെവിൻ.